So dynamic equation നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയായിരുന്നു. ദാറ്റ് ഈസ് dh by dx is equal to ib minus I divided by 1 minus v square by gh. ഇനിയിപ്പോൾ സെയിം തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ഫോർ വൈഡ് റെക്ടാങ്കുലർ ചാനൽസ്. ഓക്കെ, വൈഡ് റെക്ടാങ്കുലർ ചാനൽസിൻ്റെ കേസിൽ ഡൈനാമിക് ഇക്വേഷൻ എങ്ങനെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ലാസ്റ്റ് ചെയ്ത് അത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടില്ല. അതിന് വേണ്ടി കുറച്ചും കൂടി സ്റ്റെപ്സ് ചെയ്യേണ്ടി വരും. സോ ഇൻ കേസ് ഇതൊരു 4 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ട് ഡിറൈവ് ചെയ്തെടുത്താൽ മതി. അതല്ല ഒരു 8 മാർക്സിനൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ആദ്യം തൊട്ട് ഡിറൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ആദ്യത്തെ പോർഷൻ ഉണ്ടല്ലോ, അത് ഈയുടെ ഇക്വേഷൻ എഴുതി വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഇവിടെ വരെ ജസ്റ്റ് ഒന്ന് ഇവിടെ വരെ ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മീൻസ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വൈഡ് റെക്ടാങ്കുലർ ചാനൽസിൻ്റെ കേസിലുള്ള ഡൈനാമിക് ഇക്വേഷനൊക്കെ എടുക്കാനായിട്ട്. ഓക്കെ, so we know that the dynamic equation is dh by dx is equal to ib minus ie divided by 1 minus v square by gh. Okay, ഇനി നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുന്നേ ഉള്ളൂ. ഈ വിയുടെ പ്ലേസിൽ നമ്മൾ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ വി നോ ദാറ്റ് discharge is equal to what? area into velocity. So velocity എന്തായിരിക്കും? Velocity is equal to discharge by area. സോ നമ്മൾ ഈ ഇക്വേഷനുള്ളിൽ ഈ ഡിനോമിനേറ്ററിൽ ഒരു വി ഉണ്ട്. ആ വിയുടെ പ്ലേസിൽ ക്യൂ ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ക്യൂ സ്ക്വയർ എ സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ വി നോ ദാറ്റ് ഫോർ എ റെക്ടാങ്കുലർ ചാനൽ എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്. കറക്റ്റ് അല്ലേ? റെക്ടാങ്കുലർ ചാനലാണ്. സോ ഏരിയ മീൻസ് ബി ഇൻറ്റു എച്ച്. ഓക്കെ, സോ അതിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹിയർ വി ഹാവ് ദിസ് റിലേഷൻ ദാറ്റ് ക്യൂ ബൈ ബി, ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ക്യൂ. സോ ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ബി ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് സ്മോൾ ലെറ്റർ ക്യൂ സ്ക്വയർ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ സ്മോൾ ലെറ്റർ ക്യൂ സ്ക്വയർ ആണ്. ബാക്കി ഇവിടെ എച്ച് സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എച്ച് ക്യൂബ്. ഓക്കെ, എച്ച് ക്യൂബ്. പിന്നെ ഉള്ള എന്താണ്? പിന്നെ ഇവിടെ ഒരു ജി ഉണ്ട്, അത് ജി വെച്ചിട്ട് സെറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇവിടെ വരെ സെറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം. വി നോ ദാറ്റ് ഹിയർ ജസ്റ്റ് നോട്ട് ദിസ് റിലേഷൻ. നമ്മൾ ഈ റിലേഷൻ പണ്ട് എടുത്തിട്ടുള്ളതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി ഡെറിവേഷൻ ടൈമിൽ. വി നോ ദാറ്റ് ക്യൂ സ്ക്വയർ ബൈ ജി റേസ് ടു 1/3 ഇസ് ഈക്വൽ ടു എച്ച് സി. സോ ക്യൂ സ്ക്വയർ ബൈ ജി എന്തായിരിക്കും? എച്ച് സി ക്യൂബാണ്. സോ ക്യൂ സ്ക്വയർ ബൈ ജിയുടെ പ്ലേസിൽ എച്ച് സി ക്യൂബും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ 1 മൈനസ് എച്ച് സി ക്യൂബ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഡിനോമിനേറ്റർ നമ്മൾ സെറ്റാക്കി എടുത്തു. ഇനി ന്യൂമറേറ്ററിലുള്ള ഐ ബി മൈനസ് ഐക്ക് വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ടുണ്ട്. സോ അതിന് മുമ്പ് ഈ പോർഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ സ്മോൾ ലെറ്റർ എം, ദാറ്റ് ഇസ് ഹൈഡ്രോളിക് റേഡിയസിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, റീപ്ലേസ്മെൻറ്റ് കൊടുക്കാനുണ്ട്. സോ വൈഡ് റെക്ടാങ്കുലർ ചാനൽ എന്ന് പറഞ്ഞാൽ വിഡ്ത്തിനെ കമ്പയർ ചെയ്ത് ഈ ഡെപ്ത് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞതായിരിക്കും. ഓക്കെ, സോ വി നോ ദാറ്റ് എം ഇസ് ഈക്വൽ ടു എ ബൈ പി, ദാറ്റ് ഇസ് ഫോർ റെക്ടാങ്കുലർ ചാനൽ is equal to b into h divided by b plus 2h. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ 2h, ഈ എച്ചിൻ്റെ വാല്യൂ കുഞ്ഞതായ കാരണം നമുക്ക് ഈ b ഇൻറ്റു 2hന് പകരം ഞാൻ തൽക്കാലം b ഇൻറ്റു 2hന് പകരം b എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഒരു കുഞ്ഞു വാല്യൂ ആണ്. ബിനെ കമ്പയർ ചെയ്ത് എച്ചിൻ്റെ വാല്യൂ കുഞ്ഞു വാല്യൂ ആയ കാരണം എന്താണ് ഡിനോമിനേറ്ററിൽ ജസ്റ്റ് അഡീഷണലേ വരുന്നുള്ളൂ. അതുകൊണ്ട് b പ്ലസ് 2hൻ്റെ പ്ലേസിൽ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Then just cancel this b and b. So we will get that this small letter m is equal to, that is hydraulic radius is equal to h. So ഈ റിലേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള, സോ m is equal to h എന്നുള്ള റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. The next one, then according to Manning's formula, this c is equal to 1 by n m raised to 1 by 6. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മാനിങ്സ് ഫോമുലയാണ്. ചെസീസ്, അതായത് സിയുടെ വരെ ഡയറക്റ്റ് തന്നിട്ടുള്ള പ്രോബ്ലം അല്ല, ജസ്റ്റ് ഒരു മാനിങ്സ് ഫോമുല, മാനിങ്സ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുള്ള ഒരു കേസിൽ എങ്ങനെയാണ് റിലേഷൻ നോക്കാൻ പോകുന്നത്. സോ വി നോ ദാറ്റ് സി ഇസ് ഈക്വൽ ടു 1 by n m raised to 1 by 6. ദെൻ നമ്മൾ എടുക്കാൻ പോകുന്ന ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ്. ഹിയർ ഡിസ്ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു എ സി റൂട്ട് എം ഐ ആണ്. സോ സിയുടെ പ്ലേസിൽ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുക. സോ അത് കഴിഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊരു പ്രോബ്ലംസ് നോക്കിയിട്ടുള്ളതാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എം റേസ് ടു 2/3. ഓക്കെ, എം റേസ് ടു 2/3. ദെൻ എയുടെ പ്ലേസ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ബി ഇൻറ്റു എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ വാട്ട് ഇസ് ദിസ് എം? എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ വൈഡ് റെക്ടാങ്കുലർ ചാനൽ
we found that this m is equal to h. So just substitute this value. That's m. In the case of m, we had to substitute the values h. ഇനി ചെയ്തേക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇതുപോലെ തന്നെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യേണ്ട ഇതുപോലെ തന്നെ ഒരു ഇക്വേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന ക്യൂ ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ ഡെറിവേഷനിൽ അസ്യൂം ചെയ്തേക്കുന്നത്, നിങ്ങൾക്കറിയാം അല്ലേ? സോ യൂണിഫോം ഫ്ലോയുടെ കേസിലും ഗ്രാജുവലി വേരിയബിൾ ഫ്ലോയുടെ കേസിലും നമുക്ക് ക്യൂയുടെ ഇക്വേഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്യൂയുടെ ഈ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കേസിലുള്ള ഡെപ്തിന് പറയുന്നതാണ് നോർമൽ ഡെപ്ത്. ഓക്കെ, സോ എച്ച് ഈ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നോർമൽ ഡെപ്ത് ആകുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഐയുടെ പ്ലേസിൽ ഐ ബി വരും. യൂണിഫോം ഫ്ലോയുടെ കേസിൽ ഇക്വേഷൻ്റെ ഉള്ളിൽ എപ്പോഴും ഓർത്തിരിക്കുക, ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിഫോം ഫ്ലോയുടെ കേസിൽ ഡെപ്ത്, ദാറ്റ് ഇസ് നോർമൽ ഡെപ്ത് ആയിരിക്കും. ഐയുടെ പ്ലേസിൽ ബെഡ് സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ യൂണിഫോം ഫ്ലോയുടെ കേസിലുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി വേരി ഫ്ലോയുടെ കേസിലാകുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ഡിസ്ചാർജ് അത് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ജസ്റ്റ് ഒരു ഡെപ്തിന് എച്ചിന് ഡിനോട്ട് ചെയ്തു, എച്ചിൻ്റെ പ്ലേസിൽ എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐയുടെ പ്ലേസിൽ ഗ്രാജുവലി വേരി ഫ്ലോ ആണെങ്കിൽ ഐ ഇ എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ദീസ് ടു ക്യൂ ആർ കോൺസ്റ്റൻറ്റ്. ഇത് രണ്ട് സെയിം ആണ്. ദിസ് ടു ക്യൂസ് ആർ സെയിം. രണ്ട് ഡിസ്ചാർജും സെയിം ആണ്, ബിക്കോസ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന ക്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. ഇനി ചെയ്യുന്ന കാര്യം ഇത്രയുള്ളൂ. ഇക്വേഷൻ എയും ഇക്വേഷൻ ബി ഉണ്ടല്ലോ, അത് നമ്മൾ രണ്ടും ഇക്വേറ്റ് ചെയ്യാണ്. ബിക്കോസ് ഈ രണ്ട് ലെഫ്റ്റിൽ രണ്ടും സാരും സെയിം ആണല്ലേ, അപ്പോൾ റൈറ്റിൽ ഈ രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാണ്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബി ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും, എന്നിൻ്റെ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യും, ബാക്കി എച്ചിൻ്റെ ടേംസ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ എച്ച് റേസ് ടു 1 ഇൻറ്റു എച്ച് റേസ് ടു 2/3 എന്ന് പറയുകയാണെങ്കിൽ എച്ച് എൻ റേസ് ടു 5/3 ആണ്. ഇവിടെയും എച്ച് റേസ് ടു 5/3 എന്ന് വരും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഐ ഇ ബൈ ഐ ബി, ഐ ഇ ഡിവൈഡഡ് ബൈ ഐ ബി എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ ഇവിടെ റൂട്ട് ഐ ഇ ബൈ ഐ ബി അല്ലേ ഉള്ളത്, ദാറ്റ് ഇസ് ഐ ഇ ബൈ ഐ ബി റേസ് ടു 1/2 അല്ലേ ഉള്ളത്. സോ ഐ ഇ ബൈ ഐ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ മതി. സോ സ്ക്വയർ ചെയ്യുമ്പോൾ 5/3 എന്നുള്ള എന്താവും? 10/3 എന്നാവും. ഓക്കെ, സോ ഇതുപോലെ തന്നെ നമ്മൾ ഈ ചെസീസ് ഫോർമുല യൂസ് ചെയ്യുന്നത്, അതായത് സി എന്നുള്ള വാല്യൂ നമുക്ക് ഡയറക്റ്റ് അറിയാം. മറ്റേ കേസിൽ എങ്ങനെയായിരുന്നു? സിയുടെ പ്ലേസിൽ ഈ ഒരു റിലേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ലേ. അതല്ലാതെ ചുമ്മാ ക്യൂ ഇസ് ഈക്വൽ ടു എ സി റൂട്ട് എം ഐ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ വേറെ റിലേഷൻ ആയിരിക്കും. അത് നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഐ ഇ ബൈ ഐ ബി ഇസ് ഈക്വൽ ടു എച്ച് എൻ ബൈ എച്ച് റേസ് ടു 3. ഓക്കെ, സോ ഓർത്തിരിക്കുക, ഇത് മാനിങ്സ് ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ റിലേഷൻ ആയിരിക്കും വരുന്നത്. ചെസീസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും റിലേഷൻ വരിക. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഡി എച്ച് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ എഴുതിയില്ലായിരുന്നു. സോ ഈ ഇക്വേഷൻ്റെ ഉള്ളിൽ നമ്മൾ ന്യൂമറേറ്ററിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോകണം. സോ ഇക്വേഷൻ നമ്പർ 5 എടുത്തെഴുതി. ഓക്കെ, ഇത് എടുത്തെഴുതി. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഐ ഇ ബൈ ഐ ബി അറിയാവുന്ന അല്ലേ. സോ ഐ ബി പുറത്തേക്ക് എടുക്കുക. ഐ ബി പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ഓക്കെ, ഇവിടെ 1 വരും, ഇവിടെ എന്ത് വരും? ഐ ഇ ബൈ ഐ ബി എന്ന് വരും. ഓക്കെ, ഇൻ എഫക്റ്റ് എന്താ ഐ ഇ തന്നെ വരുന്നത്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് രണ്ട് റിലേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ഒരെണ്ണം മാനിങ്സ് ഫോർമുല യൂസ് ചെയ്ത് കിട്ടുന്ന റിലേഷനും മറ്റൊരു ചെസീസ് ഫോർമുല യൂസ് ചെയ്ത് കിട്ടുന്ന റിലേഷനും. ഈ ഐ ഇ ബൈ ഐ ബിയുടെ പ്ലേസിൽ ഈ റിലേഷൻ നമ്മൾ ആദ്യമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ നമ്മൾ ചെസീസ് ഫോർമുല അല്ല, മാനിങ്സ് ഫോർമുല. ക്വസ്റ്റ്യനിൽ പ്രോബ്ലത്തിൽ മാനിങ്സ് ഫോർമുലയ്ക്ക് മാനിങ്സ് കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുള്ളെങ്കിൽ വൈ റെക്ടാങ്കുലർ ചാനലിൻ്റെ കേസിലുള്ള ഡൈനാമിക് ഇക്വേഷൻ ഇതായിരിക്കും. ഇനി അതല്ല, ചെസീസ് കോൺസ്റ്റന്റ് സി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ കേസിലുള്ള ഡൈനാമിക് ഇക്വേഷൻ ഫോർ വൈ റെക്ടാങ്കുലർ ചാനൽ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എച്ച് എൻ ബൈ എച്ച് റേസ് ടു 10/3 ആയിരിക്കില്ല, റേസ് ടു എന്തായിരിക്കും? 3 ആയിരിക്കും. ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്ററിലാണ് ചെറിയ ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞ ഈ രണ്ട് റിലേഷൻസും സിയും ഡി റിലേഷനും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഇക്വേഷൻ ഇട്ടിട്ട് രണ്ട് ഇക്വേഷൻസ് ഈ വൈ റെക്ടാങ്കുലർ ചാനലിൻ്റെ കേസിൽ രണ്ട് ഡൈനാമിക് ഇക്വേഷൻ ഉണ്ട്. ആ രണ്ട് ഡൈനാമിക് ഇക്വേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം ആണ്. ദാറ്റ് ഇസ് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സർഫസിൻ്റെ സ്ലോപ്പാണ്. ദാറ്റ് ഈസ് ഡി എച്ച് ബൈ ഡി എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇസ് വൈഡ് 10 meter wide and 1.5 meter deep. That is V is equal to 10, H is equal to 3. When water is flowing with a velocity of V, that is velocity V is equal to
1 meter per second. The flow of water through the bed of channel of bed slope 1 in 4000, that IB യുടെ വാല്യൂ ആണ്. അത് പ്രോപ്പറായിട്ട് എഴുതി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാനും കുഴപ്പമില്ല കേട്ടോ. is regulated such a way that energy line is having a slope of 0.0004. അതായത് ഈ ബെഡ് സ്ലോപ്പിലൂടെ ഉള്ള ആ ഒരു ഫ്ലോ എങ്ങനെ റെഗുലേറ്റ് ചെയ്തേക്കുന്നത്, എനർജി ലൈൻ്റെ സ്ലോപ്പ് ഈ സ്ലോപ്പ് വരുന്ന രീതിയിലാണ് റെഗുലേറ്റ് ചെയ്തേക്കുന്നത്. സോ എനർജി ലൈൻ്റെ സ്ലോപ്പാണ്, ദാറ്റ് ഇസ് ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ ഐയുടെ വാല്യൂ പ്രോപ്പറായിട്ട് എഴുതുക. സോ DH/dx അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സാധാരണ ഇക്വേഷൻ എഴുതി നോക്കുക. IB അറിയാം, IE അറിയാം, V അറിയാം, G അറിയാം, H അറിയാം, എല്ലാ വാല്യൂസും അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. The next problem, find the slope of the free water surface. Rate of change of depth of water അല്ലെങ്കിൽ slope of free water surface എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്, ദാറ്റ് ഇസ് DH/dx ആണ്. സോ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും വൈഡ് റെക്ടാങ്കുലർ ചാനൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ മറ്റു ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. സോ ഈ കേസിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ദാറ്റ് ഇസ് DH/dx is equal to IB minus IE divided by 1 minus B square by GH ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. Of a rectangular channel of width 20 meters. So width 20 meters എന്ന് പറയുമ്പോൾ B, depth 5 meters, discharge 50 meter cube per second, bed of the channel that is IB തന്നിട്ടുണ്ട്. Take the value of Chessie's constant C is equal to 60. സോ ഈ കേസ് നമുക്ക് IEയുടെ വാല്യൂ അറിയില്ല, ബാക്കി എല്ലാ വാല്യൂസ് അറിയാം. IB അറിയാം, V അറിയാം, H എല്ലാം അറിയാം. സോ IB കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാനിങ്സ് ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി അത്യാവശ്യം വേണ്ട കാര്യം അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, ഈ ചാനലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയയുടെ ഇക്വേഷൻ എന്താ, B × H എന്നാണ് അല്ലേ. സോ ആദ്യം ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എഴുതി, ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ദിസ് AC/√MI എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് ഈക്വൽ ടു 50 ആണ്. ക്വസ്റ്റ്യന് 50 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ഇന്നത്തെ C തന്നിട്ടുണ്ട്, എയും പിയും വെറ്റഡ് ഏരിയ വെറ്റഡ് പെരിമീറ്ററും കിട്ടിക്കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ്റെ ഉള്ളിൽ ഐയുടെ പ്ലേസിൽ എന്തായിരിക്കും, IE ആണ്. സോ I കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ യൂസ് ചെയ്യാം. ദെൻ A/P ആണ് ഇക്വേഷൻ. സോ A B × H ആണ്, P എന്താണ് B+2H ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് M എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഇക്വേഷനുള്ളിൽ ആ Q is equal to AC√MIയിൽ ഐയുടെ പ്ലേസിൽ IE ആണെന്ന് ഓർക്കുക, ഗ്രാജുവൽ വേരി ഫ്ലോ ആണ്. ഈ റിലേഷൻ യൂസ് ചെയ്ത് IE എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. IE കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമിലർ ആണ്. എന്ത് ചെയ്താൽ മതി, സാധാരണ പോലെ ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ എഴുതുമ്പോൾ V നമുക്ക് ഡയറക്റ്റ് അറിയില്ല. സോ V നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, വി നോ ദാറ്റ് V is equal to ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ Vയുടെ വാല്യൂ കിട്ടും. ദെൻ ഇക്വേഷൻ്റെ ഉള്ളിൽ ഈ DH/dx is equal to IB minus IE divided by 1 minus B square by Gയുടെ ടേംസിൽ ഇക്വേഷൻ്റെ ഉള്ളിൽ എല്ലാ നോൺ ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂസ് 0.000023. സോ എപ്പോഴും ഓർത്തിരിക്കുക, ഈ സ്ലോപ്പിൻ്റെ വാല്യൂ മിക്കവാറും ഒരു പോയിന്റ് കണ്ടൊരു 3 zeros ആയിരിക്കും കാണാം. അപ്പോൾ ഏകദേശം അങ്ങനെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ റീചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ആൻസേഴ്സിലും ഇങ്ങനത്തെ 0.23 ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ.